മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുന്ന ഒരു കണ്ണ്, ഇതൊരു ദർശനമാണ്, ഒരു മനോഭാവമാണ്, ആത്മീയ പക്വതയുടെ ഒരു അടയാളമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, യത് ഭാവം തത് ഭവതി. നിന്റെ ഭാവം പോലെ തന്നെയാണ് നിന്റെ അനുഭവം. നമ്മുടെ ഉള്ളിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതാണ് പുറത്തും കാണുന്നത്. അസൂയയുള്ളവർ മറ്റുള്ളവരിൽ അസൂയ മാത്രമേ കാണുകയുള്ളൂ. കരുണയുള്ളവർ മറ്റുള്ളവരിൽ കരുണയുടെ വിത്തുകൾ കണ്ടെത്തും. നന്മ കാണാൻ കഴിയുന്ന കണ്ണ് എന്നത് ഒരു ശുദ്ധമായ ഹൃദയമാണ്. ഇനി അഷ്ടാവക്ര ഗീതയിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ലോകം നമ്മുടെ മനസ്സിന്റെ പ്രതിഫലനം മാത്രമാണ്. നമ്മുടെ മനസ്സ് കുറ്റാന്വേഷണ വിഭാഗം പോലെ ആയാല് എവിടെയും തെറ്റുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതൊരു തോട്ടക്കാരന്റെ മനസ്സായി മാറിയാൽ കുറ്റിച്ചെടികളിൽ പോലും പൂക്കാനുള്ള സാധ്യത കാണും. നന്മ കാണുക എന്നത് അന്ധതയല്ല, അതൊരു ആത്മീയ ദൃഷ്ടിയാണ്. ഒരു ഗുരുവിനോട് ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താത്തത്? ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു സ്വർണഖനിയിൽ പോകുമ്പോൾ മണ്ണ് കാണാനല്ല, സ്വർണം കണ്ടെത്താനാണ് നോക്കുന്നത്. മനുഷ്യർ മണ്ണും സ്വർണവും ചേർന്നതാണ്. നമ്മുടെ കണ്ണ് എന്ത് തിരയുന്നോ അതാണ് നമുക്ക് ലഭിക്കുന്നത്. തിജ്നാഥ് ഖാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അണ്ടർസ്റ്റാൻഡിങ് ഈസ് അനദർ നെയിം ഫോർ ലവ്. മറ്റുള്ളവരുടെ തെറ്റിന് പിന്നിലുള്ള വേദന കാണാൻ കഴിയുന്ന കണ്ണാണ് നന്മ കാണുന്ന കണ്ണ്. ഒരാൾ കോപിക്കുമ്പോൾ അതിന് പിന്നിൽ ഭയമുണ്ടാവാം. ഒരാൾ കടുപ്പമായി ദേഷ്യത്തിൽ പെരുമാറുമ്പോൾ അതിന് പിന്നിൽ ഒരു പഴയ മുറിവുണ്ടാവാം, വേദനയുണ്ടാവാം. അത് മനസ്സിലാക്കാനുള്ള നന്മ, ഹൃദയവിശാലത നമുക്കുണ്ടാവണം. ആരെയെങ്കിലും വിമർശിക്കാൻ മനസ്സിൽ തോന്നുമ്പോൾ അവരുടെ ഒരു നല്ല ഗുണം ഓർക്കുക. ദിവസവും കുറഞ്ഞത് ഒരാളോടെങ്കിലും മനസ്സിലെങ്കിലും പറയുക, നിന്നിൽ ഒരു നന്മ ഞാൻ കാണുന്നു. നമ്മുടെ ദൃഷ്ടി മാറുമ്പോൾ ലോകം മാറുന്നതായി തോന്നും. നന്മ കാണാൻ കഴിയുന്ന കണ്ണ് അത് ആത്മാവിൻ്റെ പ്രകാശമാണ്. അത് സ്നേഹത്തിൻ്റെ വിത്താണ്, സമാധാനത്തിലേക്കുള്ള വാതിലാണ്. മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുന്ന ഒരു കണ്ണ് നമുക്കുണ്ടാവണം. ക്ഷമയോടെ ശ്രമിച്ചാൽ ആളുകളിൽ കൂടുതൽ നന്മകൾ തിരിച്ചറിയാനും നന്മ ഉണർത്താനും നമുക്ക് സാധിക്കും. മറ്റുള്ളവരിൽ കുറ്റവും കുറവും കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സ് തന്നെയാണ് അസ്വസ്ഥമാവുന്നത്. എന്നാൽ മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സാണ് ആദ്യം പ്രസന്നമാവുന്നത്. വാസ്തവത്തിൽ എല്ലാവരിലും നന്മ കാണുക എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ നമ്മുടെ തന്നെ ആവശ്യമാണ്.